സത്യം പറഞ്ഞാൽ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണെന്നറിയോ? കാരണം ഇതിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. നമുക്കെന്നും കാണാൻ കഴിയില്ല, എന്നും സംസാരിക്കാൻ കഴിയണമെന്നുമില്ല, ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ കാണണം എന്നുള്ള കൊതി ദിവസം തോറും കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു വെയിറ്റിംഗ് തന്നെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇത് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നീണ്ട കുറച്ച് നാളുകൾക്ക് ശേഷം ഷിഗ്ലയുടെ നാട്ടിലേക്ക് വരികയാണ്. എൻ്റെ കൂടെ ഷിഗ്ലയുടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ ഞങ്ങൾ കുറച്ച് അധികം പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അങ്ങനെ അവസാനം ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ്. ചെറുപ്പത്തിൽ അച്ഛനും മാവന്മാരൊക്കെ ലീവിന് നാട്ടിൽ വരുമ്പം ഈ പെട്ടി പൊട്ടിക്കുന്നത് വരെ അതിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. അതേ ഫീലിംഗ് തന്നെയായിരുന്നു ഷിഗ്ലേട്ടൻ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുമ്പോഴും എനിക്കുണ്ടായിരുന്നത്. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ കൂടുതലും ചേച്ചികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കാണിച്ച ബനാന ചൂയിങ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കാരക്ക ബദാമിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ പൊട്ടിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ടേസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. ചേച്ചിമാർക്കുള്ള പങ്കും ഞങ്ങൾ ഓരോ കവറിലായിട്ട് പേര് എഴുതി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നേരെ പോയത് എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്കായിരുന്നു. പാറും ചാരും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ വാച്ച് കൊണ്ടുവരാൻ. അങ്ങനെ സ്പൈഡർമാൻ്റെ വാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.